അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അബ്നോർമൽ മോളിക്കുലാർ മാസ് ആണ്. അപ്പൊ അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലൂടെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റൂല്ലേ. അവരെ ആ കുറെ റിലേഷൻഷിപ്പുകൾ പഠിച്ചു. ആ റിലേഷൻഷിപ്സ് വെച്ചുകൊണ്ട് നമുക്ക് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്ന് മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷെ ചില കണ്ടീഷനുകളിൽ അവിടെ ആ കണ്ടുപിടിക്കുന്ന ആ മോളിക്കുലാർ മാസിന് റിയൽ ആയിട്ടുള്ള മോളിക്കുലാർ മാസിൽ നിന്നും ഒരു വേരിയേഷൻ കാണാറുണ്ട്. അപ്പൊ ആ ഒരു വേരിയേഷനെയാണ് നമ്മൾ ആ ഒരു അബ്നോർമാലിറ്റി എന്ന് പറയുന്നത്. ആ ഒരു വേരിയേഷന് അപ്പൊ അതിനെ അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നു. ആ അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ അബ്നോർമൽ മോളിക്കുലാർ മാസ് എന്ന് വെച്ചാൽ നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് വാല്യൂ അല്ലാതെ വരാം. അപ്പൊ അൺഎക്സ്പെക്ടഡ് വാല്യൂ ഒബ്റ്റൈൻഡ് ഫോർ എന്താണ് മോളിക്കുലാർ മാസ് ഫ്രം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന മോളിക്കുലാർ മാസിനെ എന്തുണ്ടാവണം, ഒരു അൺഎക്സ്പെക്ടഡ് വാല്യൂ കിട്ടണം. അപ്പൊ എന്താണ് അൺഎക്സ്പെക്ടഡ് വാല്യൂ ഓഫ് എന്താണ് മോളിക്കുലാർ മാസ് ഒബ്റ്റൈൻഡ് ഫ്രം എന്താണ് മോളിക്കുലാർ മാസ് ഫ്രം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് ഒബ്റ്റൈൻ ചെയ്യുന്ന മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, എന്താണ് അൺഎക്സ്പെക്ടഡ് ആയിരിക്കും. അപ്പൊ ആ അൺഎക്സ്പെക്ടഡ് മോളിക്കുലാർ മാസിന് കാരണമായിട്ടുള്ള രണ്ട് കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസോസിയേഷൻ ആണ്. ഫസ്റ്റ് വൺ എന്താണ്, ഡിസോസിയേഷൻ ഓഫ് എന്താണ് പാർട്ടിക്കിൾ. ഡിസോസിയേഷൻ ഉണ്ടാവാണ്. അല്ലെങ്കിൽ എന്താണ് അസോസിയേഷൻ ഉണ്ടാണ്. അപ്പൊ ഈ ഡിസോസിയേഷനും അസോസിയേഷനും കാരണമാണ് ഈ അബ്നോർമാലിറ്റി കാണിക്കുന്നത്. ആർക്ക്, ഈ മോളിക്കുലാർ മാസിനുള്ള ഈ അബ്നോർമാലിറ്റിക്ക് കാരണം എന്ന് പറയുന്നത് ഡിസോസിയേഷൻ ആൻഡ് അസോസിയേഷൻ ആണ്. അപ്പൊ ഡിസോസിയേഷൻ ഒരു എക്സാമ്പിൾ ഏതാന്ന് വെച്ചാല് ഒരു സിംഗിൾ മോളിക്യുളർ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് എന്താണ് പാർട്ടിക്കിൾസ് ആയിട്ട് മാറാണ്, n പാർട്ടിക്കിൾസ് ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ NaCl എന്ന് പറയുന്ന അയണൈസേഷൻ സംഭവിച്ചിട്ട് Na+ഉം Cl- ആയിട്ട് മാറാണ്. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്കിളിന് എന്ത് സംഭവിക്കുകയാണ്, നമ്പർ മാറിയിട്ട് രണ്ട് പാർട്ടിക്കിൾസ് ആയിട്ട് മാറാണ്, രണ്ട് അയോൺസ് ആയിട്ട് മാറാണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിസോസിയേഷൻ എന്ന് പറയേണ്ടത്. അപ്പൊ ഡിസോസിയേഷൻ എന്ത് സംഭവിക്കുന്നു, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, ഗ്രേറ്റർ ആവുന്നു. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഗ്രേറ്റർ ആവുന്നു. അപ്പൊ ഈ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഗ്രേറ്റർ ആവുന്നതാണ് എവിടെ എന്ന് പറയുന്നത് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ വ്യത്യാസം വരുമ്പോൾ അവിടെ ഉണ്ടാവുന്ന മോളിക്കുലാർ മാസിന് എന്ത് വരുന്നു, ചേഞ്ച് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ആ ഒരു ചേഞ്ച് കാരണം കൊണ്ട് ഡിസോസിയേഷൻ കാരണം കൊണ്ട് അവിടെ എന്തുണ്ടാവുന്നു, ഒരു അബ്നോർമൽ മാസ് ഉണ്ടാകുന്നു. അഥവാ നമുക്ക് റിയൽ മാസിൽ നിന്ന് ഒരു അബ്നോർമാലിറ്റി അവിടെ കാണാൻ പറ്റും. ഇനി അസോസിയേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മോർ നമ്പർ നമ്മള് ഒന്നിൽ കൂടുതൽ ആളുകളൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആയി മാറുക, ഒരു സിംഗിൾ പ്രൊഡക്റ്റ് കിട്ടുക നമുക്ക്. അപ്പൊ Na ഗീവ്സ് An ആണ്. അപ്പൊ മോർ ദാൻ വൺ കോമ്പൗണ്ട്സ് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ പ്രൊഡക്റ്റ് കിട്ടുക. അതിനാണ് നമ്മൾ അസോസിയേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ അസറ്റിക് ആസിഡിന്റെ അയോണൈസേഷൻ എടുക്കുകയാണെങ്കിൽ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത് എപ്പോഴും കംപ്ലീറ്റ് അയോണൈസേഷൻ നടക്കില്ല. കാരണം എന്താ വെച്ചാൽ അസറ്റേറ്റ് അയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എങ്ങനെയാണ്, അത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. വീക്ക് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇപ്പോ CO ഡബിൾ ബോണ്ട് OH ഉണ്ടാവും, അതിലൂടെ തന്നെ C സിംഗിൾ ബോണ്ട് OH ഉണ്ടാവും. ഈ OH ആണ് എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ അയോണൈസേഷൻ സമയത്ത് എന്ത് ചെയ്യാണ്, ഈ OH എന്ത് ചെയ്യാണ്, ഈ OH ബ്രേക്ക് ചെയ്യും. അതുപോലെ രണ്ടാമത്തെ അസറ്റിക് ആസിഡ് ഉണ്ട്, ഡബിൾ ബോണ്ട് OH ഉണ്ട്, സിംഗിൾ ബോണ്ട് OH പിന്നെ H ഉണ്ട്. ഈ സിംഗിൾ ബോണ്ട് OH ബ്രേക്ക് ചെയ്തിട്ട് ബോണ്ട് ബ്രേക്ക് സംഭവിച്ചിട്ട് അയോൺസ് ആയി മാറാണ്. അങ്ങനെ ഫ്രീ അയോൺ വരുമ്പോ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ എന്ന് പറയുന്നത് ഈ ബോണ്ട് കളഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യും, ബോണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതുപോലെ ഇവന് ഈ ഡബിൾ ബോണ്ട് കളഞ്ഞിട്ട് അവിടെ ഈ ഹൈഡ്രജൻ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ അവിടെ ഇവിടെ രണ്ട് അസറ്റിക് ആസിഡ് ഉണ്ടായിരുന്ന ആള് ഒരു അസറ്റിക് ആസിഡിന്റെ ഒരു
കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യും, ഒരു കോംപ്ലക്സ് ഫോം ചെയ്യും. കാരണം ആ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള കാരണം എന്താണ് ഇൻകംപ്ലീറ്റ് അയോണൈസേഷൻ ആണ്. അപ്പൊ ഇൻകംപ്ലീറ്റ് അയോണൈസേഷൻ ആണ് ഇതിന് കാരണമാവുന്നത്. അപ്പൊ ഇതിന് നമ്മൾ പറയാം ബെൻസോയിക് ക്ലൗഡ് എന്നാണ്. കണ്ടോ, ഒരു ബെൻസീന്റെ സ്ട്രക്ചർ ഇവിടെ ഫോം ചെയ്യുന്നുണ്ടോ? ഈ ബെൻസീന്റെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട് ബെൻസോയിക് ക്ലൗഡ് ഓഫ് അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ ബെൻസോയിക് ക്ലൗഡ് ഓഫ് അസിറ്റേറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ അസോസിയേഷൻ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 2 പാർട്ടിക്കിൾ ഉണ്ടായിരുന്നത് ഇവിടെ എന്തായി, അവിടെ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആയി മാറിട്ടാ. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എങ്ങനെയായി, പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ലെസർ ആണ് ഇവിടെ അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വ്യത്യാസം കാരണം കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന മോളിക്കുലർ മാസിന് എന്താ, ഇവിടെ കിട്ടുന്ന മോളിക്കുലർ മാസ് ഇതുപോലെ ചേഞ്ച് ഉണ്ടാവാണ്, ഒരു അബ്നോർമാലിറ്റി ഉണ്ടാവുകയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ അബ്നോർമൽ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത്. ഈ അബ്നോർമാലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, മോളിക്കുലർ മാസിന്റെ ഈ അബ്നോർമാലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ ഫാക്ടർ ആണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. എന്താണ് ആ ഫാക്ടർ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആ ഫാക്ടർ എന്താണെന്ന് നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അബ്നോർമാലിറ്റി, ഈ ഒരു അബ്നോർമൽ മോളിക്കുലർ മാസ് എന്താണ് കളയാനായിട്ട്, നമുക്ക് അബ്നോർമൽ മോളിക്കുലർ മാസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫാക്ടർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മള് വാൻ ഹോഫ് ഫാക്ടർ എന്നാണ് പറയുന്നത്. വാൻ ഹോഫ് ഫാക്ടർ ഐ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒന്നുമില്ല, ഈ ഐ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ ആണ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒബ്സർവ്ഡ് എന്താണ്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആൻഡ് ഡിവൈഡഡ് ബൈ നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ എന്താണ്, നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അല്ലെങ്കിൽ പറയുന്ന വേറൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാവുന്ന വേറൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ്. നോർമൽ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അല്ലെങ്കിൽ number of particles after association or dissociation. അസോസിയേഷനോ ഡിസോസിയേഷനോ മൂലം ഉണ്ടാകുന്ന എത്ര, ആഫ്റ്റർ ഡിസോസിയേഷൻ മൂലം എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ട് അവിടെ, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ ഓഫ് ഡിസോസിയേഷൻ. കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നില്ല ടീച്ചർ, അസോസിയേഷൻ ഓഫ് ഡിസോസിയേഷൻ ആണ്, നോക്കി വെക്കുക കേട്ടോ. അപ്പൊ എന്താണ്, കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന വിചാരിക്കണു കേട്ടോ, പറയുന്നുണ്ടല്ലോ, അപ്പൊ മനസ്സിലാവുന്നുണ്ട് വിചാരിക്കണു. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബിഫോർ അസോസിയേഷൻ ഓഫ് ഡിസോസിയേഷൻ. അസോസിയേഷൻ കഴിഞ്ഞിട്ടുണ്ടാകുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിളും അസോസിയേഷനെ മുന്നേ ഉണ്ടാകുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിളും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ വൺ ഹാഫ് ഫാക്ടർ കിട്ടും. അപ്പൊ ഇതാണ് വൺ ഹാഫ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി കറക്റ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് അടുത്ത് പറയുന്നത്. അപ്പൊ ഇത്രയും വൺ ഹാഫ് ഫാക്ടർ ആണ്, നിങ്ങൾ എന്താ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയും വൺ ഹാഫ് ഫാക്ടർ ആണ്. ഇനി കറക്റ്റഡ് ആണ്, നമ്മള് കറക്റ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്മൾ കറക്റ്റ് ചെയ്ത് കേട്ടോ. ആദ്യത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതായിരുന്നു നമ്മൾ പഠിച്ചത്, റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആയിരുന്നു. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഈസ് ഈക്വൽ ടു എന്താണ്, ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ എന്താണ്, പി നോട്ട് എ ഈക്വൽ ടു ഐ എക്സ് ബി. ഐ എന്ന് പറയുന്നത് എന്താണ്, വൺ ഹാഫ് ഫാക്ടർ ആണ്. വൺ ഹാഫ് ഫാക്ടർ കൊണ്ട് മോൾ ഫ്രാക്ഷനെ എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ അബ്നോർമാലിറ്റി കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ എന്തായിരുന്നു, എന്താണ്, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആണ്. ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു ഐ കെ ബി എം ആണ്. തേർഡ് വൺ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണ്. ഡെൽറ്റ ടി എഫ് ഈസ് ഈക്വൽ ടു ഐ കെ എഫ് എം. ലാസ്റ്റ് വൺ എന്തായിരുന്നു, ലാസ്റ്റ് വൺ ഓസ്മോട്ടിക് പ്രഷർ ആയിരുന്നു. ഓസ്മോട്ടിക് പ്രഷറിന്റെ എന്താ റെപ്രസെന്റേഷൻ എന്തായിരുന്നു, പൈ ഈസ് ഈക്വൽ ടു സി ആർ ടി ആയിരുന്നു. അപ്പൊ ഐ എന്ന് പറയുന്ന ഫാക്ടർ വൺ ഹാഫ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് പൈ ഈസ് ഈക്വൽ ടു ഐ സി ആർ ടി എന്നാണ്. ഐ സി ആർ ടി എന്നാണ്. അപ്പൊ നമ്മള് ഇതെന്ന് പറയുന്നത് എന്താണ്, നമുക്ക് അബ്നോർമാലിറ്റി ഒക്കെ കളഞ്ഞിട്ട് കിട്ടുന്ന കറക്റ്റഡ് ആയിട്ടുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് എഴുതി വെച്ചത്. ആ കറക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, എന്താണ് വൺ ഹാഫ് ഫാക്ടർ കൊണ്ട് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പൊ ഇത്രയാണ് എന്ന് പറയുന്നത് അബ്നോർമൽ മോളിക്കുലർ മാസിൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോളൂ.
അപ്പൊ നമ്മൾ അബ്നോർമൽ മാസ് പഠിച്ചു. ഈ അബ്നോർമൽ മാസിന് ശേഷം ഈ അബ്നോർമൽ മാസ് മോളിക്കുലാർ മാസിന് കാരണമാവുന്നത് ഡിസോസിയേഷനും അസോസിയേഷനും ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ഇനി എത്ര അസോസിയേഷൻ ഉണ്ടായി എത്ര ഡിസോസിയേഷൻ ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അതിനാണ് നമ്മൾ എന്താ പറയാ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് അസോസിയേഷൻ എന്ന് പറയാം കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. അപ്പൊ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ ആൽഫ ആയിട്ട് എടുക്കണം, വിച്ച് ഇസ് ഈക്വൽ ടു I-1 ഡിവൈഡഡ് ബൈ n-1 ആണ്. അപ്പൊ ഇതാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. എത്ര ഡിസോസിയേഷൻ ഇവിടെ ഉണ്ടായി, ഡിസോസിയേഷൻ എത്ര ഡിഗ്രി ഡിസോസിയേഷൻ ആണ് ആ റിയാക്ഷനിൽ നടന്നത് എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇവിടെ I എന്ന് പറയുന്നത് എന്താണ്? I എന്ന് പറയുന്നത് നമുക്കറിയാം 1/2 ഫാക്ടർ ആണ്. 1/2 ഫാക്ടർ ആണ് എന്ന് പറയുന്നത് I എന്ന് പറയുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് particles produced from 1 mole of electrolyte. 1 mole of electrolyte നിന്ന് എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് അയോൺസ് ആണ് അവിടെ എന്ത് ചെയ്തത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇലക്ട്രോലൈറ്റിന് അയണൈസേഷൻ സംഭവിക്കുമ്പോൾ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ n ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ NaCl ഒരു ഇലക്ട്രോലൈറ്റ് ആണ്, അത് എന്തായി മാറി Na+ഉം Cl- ആയിട്ട് മാറി. അപ്പൊ ഇവിടുത്തെ n എന്ന് പറയുന്നത് എത്രയാണ്? n is equal to നമുക്ക് എന്തെന്ന് പറയാം 2 ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ n is equal to 2 ആണ് പറയാം. അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷനിൽ പറയുന്നത്. അപ്പൊ ഡിഗ്രി ഓഫ് ഡിസോസിയേഷന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? an gives എന്താണ്? Na ആണ്. ഇതാണ് അവിടുത്തെ n എന്ന് പറയുന്നത് കേട്ടോ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ അയോണൈസേഷൻ സംഭവിക്കുമ്പോഴാണ്, ഇലക്ട്രോലൈറ്റിന് അയോണൈസേഷൻ സംഭവിക്കുമ്പോഴാണ് ഡിസോസിയേഷൻ ഉണ്ടാവുക മെയിൻ ആയിട്ട് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് അസോസിയേഷൻ. ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആണ്. അതും തന്നെയാണ് ആൽഫ ആണ് കേട്ടോ. അപ്പൊ ആൽഫ ഇസ് ഈക്വൽ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ആൽഫ ഇസ് ഈക്വൽ ടു I-1 ഡിവൈഡ് ബൈ 1/n-1 ആണ്. ഇവിടെ I എന്ന് പറയുന്നത് 1/2 ഫാക്ടർ ആണ്. n എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് used to produce a single product. ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് യൂസ് ചെയ്തു എന്നുള്ളതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്, ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ആവാനായിട്ട് എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉപയോഗിച്ചു എന്നുള്ളതാണ് അവിടുത്തെ എന്ത് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ, n എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ അതിന്റെ ജനറൽ ഇക്വേഷൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം എന്താണ് Na gives എന്താണ് A എന്നാണ്. ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അവിടെ നമ്മൾ ഉപയോഗിച്ചു എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് അസിറ്റിക് ആസിഡിന്റെ നമ്മൾ പറഞ്ഞു എന്താണ് ബെൻസോയിക് ക്ലൗഡ് ഫോം ചെയ്യാനായിട്ട് രണ്ട് കാർബൺ എന്താണ് അസിറ്റിക് ആസിഡ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഒരു കണ്ടീഷൻ ഉള്ളത് എപ്പോഴും വീക്ക് ഇലക്ട്രോലൈറ്റിന് എപ്പോഴും എന്താണ് സംഭവിക്കുക? അസോസിയേഷൻ ആണ് സംഭവിക്കുക. കാരണം കംപ്ലീറ്റ് ഡിസോസിയേഷൻ അവിടെ നടക്കില്ല, കംപ്ലീറ്റ് അയോണൈസേഷൻ അവിടെ നടക്കില്ല, ഇൻകംപ്ലീറ്റ് അയോണൈസേഷൻ ആണ് അവിടെ നടക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ അസോസിയേഷൻ ആണ് അവിടെ ഫോം ചെയ്യാനുള്ള സാധ്യതയുള്ളത് കേട്ടോ. അപ്പൊ നോക്കുക, അപ്പൊ ഇത്രയാണ് അബ്നോർമൽ മോളിക്കുലർ മാസിന് കാരണമാണത്. ഈ അബ്നോർമൽ മോളിക്കുലർ മാസിന് കാരണമാവുന്ന അസോസിയേഷനും ഡിസോസിയേഷനും കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും ഡിഗ്രി ഓഫ് അസോസിയേഷനും. എത്ര അസോസിയേഷൻ ഉണ്ടായി എത്ര ഡിസോസിയേഷൻ ഉണ്ടായി എന്ന് കണ്ടുപിടിക്കാനാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി നോക്കുക, ഇപ്പൊ നമ്മളൊരു റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതൊരു ഡിസോസിയേഷൻ ആണോ അസോസിയേഷൻ ആണ് റിയാക്ഷൻ കാണാതെ തന്നെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊരു റിയാക്ഷൻ തരാതെ അല്ലെങ്കിൽ റിയാക്ഷൻ ഇക്വേഷൻ തരാതെ തന്നെ നമുക്ക് എങ്ങനെയാണ് ഒരു അസോസിയേഷൻ ഡിസോസിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ 1/2 ഫാക്ടർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. 1/2 ഫാക്ടർ തന്നിട്ടുണ്ടെങ്കിൽ ഇതില് ഐയുടെ വാല്യൂ ആണല്ലോ നമുക്ക് തന്നിട്ടുണ്ടാവുക. അപ്പൊ ഈ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് വയ്ക്കുക. ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അത് എന്തായിരിക്കും? ഡിസോസിയേഷൻ ആയിരിക്കും. ഐയുടെ വാല്യൂ ലെസ് ദാൻ ആണ് 1 ചെറുതാണെങ്കിൽ അത് എന്തായിരിക്കും? അസോസിയേഷൻ ആയിരിക്കും. അപ്പൊ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്താണ് അസോസിയേഷനും ഡിസോസിയേഷനും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഐയുടെ വാല്യൂ 1 കൂടുതലാണെങ്കിൽ അത് ഡിസോസിയേഷനും 1 കുറവാണെങ്കിൽ അത് അസോസിയേഷൻ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതൊന്നും നോട്ട് ചെയ്ത് വെക്കാം.
അപ്പോ നമ്മുടെ സൊല്യൂഷനിലുള്ള ചാപ്റ്ററിന്റെ ടോപ്പിക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു 3 റിലേഷൻഷിപ്പ് ആണ് പറയാനുള്ളത്. അതും ജസ്റ്റ് നമുക്ക് അതിന്റെ ഡെറിവേഷനും കാര്യമൊന്നും പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് 3 ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. റിലേഷൻഷിപ്പ് പറയുന്ന 3 ഇക്വേഷൻസ് ആണ് പഠിക്കുന്നത്. ഒന്ന് റിലേഷൻ ബിറ്റ്വീൻ എന്താണ് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആൻഡ് മൊളാലിറ്റി. മൊളാലിറ്റിയും അതുപോലെ തന്നെ മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് പറയുന്നത്. ഇവിടെ എന്താണ് എക്സ് ബി എന്ന് പറയുന്നത് എന്താണ് മോൾ ഫ്രാക്ഷൻ ഓഫ് എന്താണ് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് ആണ്. സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ ആണ് പറയുന്നത്. എം എന്ന് പറയുന്നത് എന്താണ് സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് മൊളാലിറ്റി ആണ്. ആൻഡ് എം എ എന്ന് പറയുന്നത് എന്താണ് മോളിക്കുലാർ മാസ് ഓഫ് സോൾവെന്റ് ആണ്. മോളിക്കുലർ മാസ് ഓഫ് സോൾവെന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്താണ് മോളിക്കുലർ മാസ് ഓഫ് സോൾവെന്റും മൊളാലിറ്റിയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ റിലേഷൻഷിപ്പ് ഒന്ന് പഠിച്ചു വെക്കുക. എന്താണ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്ന് ഓർത്തു വെക്കുക. ഇനി റിലേഷൻ ബിറ്റ്വീൻ മൊളാലിറ്റി ആൻഡ് മൊളാലിറ്റി തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ മൊളാലിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മൊളാലിറ്റി കണ്ടുപിടിക്കാമെന്നാണ് നോക്കുന്നത്. മൊളാലിറ്റി എം ഇസ് ഈക്വൽ ടു 1000 m ഡിവൈഡഡ് ബൈ 100 d മൈനസ് m mb എന്നാണ് കേട്ടോ. അപ്പൊ ഇതിവിടെ 1000 m എന്ന് പറയുന്നത് എന്താണ് മൊളാലിറ്റി ആണ്. നമുക്കറിയാം കാൽക്കുലേറ്റ് എം എപ്പോഴും മൊളാലിറ്റി ആണ്. ഇതിന് mb എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് ഓഫ് എന്താണ് സൊല്യൂട്ട് ആണ്. ഇനി നോക്കി ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ഗ്രാമിലാണ് എടുക്കുന്നത്. ഗ്രാമിലാണ് നമ്മൾ എപ്പോഴും എടുക്കുക കേട്ടോ. ഇവിടെ ഡെൻസിറ്റി അതേ അതുപോലെ എന്താ ഡി എന്ന് പറയുന്നത് എന്താണ് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി എന്ന് പറയുന്നത് ഗ്രാം പെർ മില്ലി ലിറ്ററിലാണ് നമ്മൾ എടുക്കുക. ഡെൻസിറ്റി ഇവിടെ ഗ്രാം പെർ മില്ലി ലിറ്റർ ആണ്. മൊളാലിറ്റിയും അതുപോലെ തന്നെ മോളിക്കുലർ മാസും ഒക്കെ അതുപോലെ നമ്മൾ എന്താണ് ഗ്രാമിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കി ഇനി റിലേഷൻ ബിറ്റ്വീൻ മോൾ ഫ്രാക്ഷൻ ആൻഡ് മൊളാലിറ്റി ആണ് അടുത്ത് പറയുന്നത്. മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ. ഇപ്പൊ നമ്മൾ മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനുള്ള റിലേഷൻ പഠിച്ചു ഫസ്റ്റ്. സെക്കൻഡ് നമ്മൾ പഠിക്കുന്നത് മൊളാലിറ്റിയും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ളതാണ്. മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ തമ്മിൽ എക്സ് ബി ഇസ് ഈക്വൽ ടു എം എം എ ഡിവൈഡ് ബൈ എം ഇൻറ്റു എം എ മൈനസ് എം ബി എന്നാണ്. ഈ എം എയും എം ബി എന്താണ് മോളിക്കുലർ മാസ് ഓഫ് സോൾവെന്റ് മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്. ഈ എം എന്ന് പറയുന്നത് മൊളാലിറ്റി ആണ്. ഡി എന്ന് പറയുന്നത് ഡെൻസിറ്റി ആണ്. ഇവിടെ ഡി എന്ന് പറയുന്നത് നമ്മള് ഡെൻസിറ്റി ഇവിടെ നമ്മൾ കിലോഗ്രാം പെർ ലിറ്ററിലാണ് നമ്മൾ എടുക്കുക. കിലോഗ്രാം പെർ ലിറ്ററിലാണ് എടുക്കുക. മൊളാലിറ്റി അതിലൊക്കെ നമ്മൾ കിലോഗ്രാമിലാണ് എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് ഫോമിലാണ് എടുക്കുന്നത്. അപ്പൊ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ഇത്രയാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഒരു റിലേഷൻഷിപ്പ് ആണ്. ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷന്റെ ചാപ്റ്റർ തീർന്നു. ഇനി സൊല്യൂഷൻസിന്റെ പ്രോബ്ലംസ് ആണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ തിയറികളൊന്ന് ജസ്റ്റ് എന്താണ് നന്നായി പഠിച്ചിട്ട് വരികയാകുമ്പോൾ നമുക്കത് വേഗം എന്ത് ചെയ്യാൻ പറ്റും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ താങ്ക് യു. ഇതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ.